നമസ്കാരം. 2025 ജനുവരി 1 അന്ന് ഒരു ന്യൂ ഇയർ ആഘോഷം നടക്കുകയാണ്. കർണാടകത്തിലെ വിജയപുര ഡിസ്ട്രിക്റ്റിലെ ഒരു അറിയപ്പെടുന്ന ഹോട്ടലിലാണ് ആ ന്യൂ ഇയർ ആഘോഷം നടക്കുന്നത്. ഡിസംബർ 31 ആ രാത്രി അടിച്ചു പൊളിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വിജയകുമാറിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു പഴയ സുഹൃത്തെത്തി. അയാൾ വിജയകുമാറിനൊപ്പം ഒരേ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അവര് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ആ സുഹൃത്ത് വിജയകുമാറിനോട് ഒരു കാര്യം പറഞ്ഞു. വിജയകുമാർ, നീ ഇപ്പോഴും ബാങ്ക് മാനേജറായി ഇരിക്കുന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോ കോൺട്രാക്ട് ബിസിനസ് ഒക്കെ തുടങ്ങി ഒരു കാസിനോകളുടെയൊക്കെ ഉടമയായിരിക്കുകയാണ്. ചന്ദ്രശേഖർ, നിനക്ക് അതിനൊക്കെയുള്ള കാശ് എങ്ങനെ കിട്ടി? വിജയകുമാർ, കാശിനാണോ പഞ്ഞം? കാശ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. കാശ് ഇപ്പൊ നിന്റെ ബാങ്കിലില്ലേ? ചന്ദ്രശേഖർ, നീ എന്താ പറയുന്നത്? ബാങ്കിൽ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കെന്താ കാര്യം? വിജയകുമാർ, ആ ബാങ്കിലുള്ള കാശ് നിനക്ക് വേണമെങ്കിൽ എടുത്തൂടെ? ചന്ദ്രശേഖർ, നീ എന്താ ഈ പറയുന്നത്? ബാങ്കിലെ കാശ് ഞാൻ എടുത്താൽ പോലീസ് എന്നെ പിടിക്കില്ലേ? പോലീസ് നിന്നെ പിടിക്കുകയൊന്നുമില്ല. നീ വിചാരിച്ചാൽ നിനക്ക് ഇഷ്ടം പോലെ കാശുണ്ടാക്കാൻ ഒരു പരിപാടി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചന്ദ്രശേഖർ പറഞ്ഞതും വിജയകുമാറിന് ചന്ദ്രശേഖർ പറയുന്ന കാര്യത്തിൽ ഒരു താല്പര്യം തോന്നി. 2025 ജനുവരി 1 ചന്ദ്രശേഖർ പറഞ്ഞ ആ ആശയം മനസ്സിൽ നന്നായി തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് അദ്ദേഹം ബാങ്കിലെത്തുന്നത്. ബാങ്കിലെത്തിയ നിമിഷം മുതൽ വിജയകുമാർ ആ ആശയം എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ കുറിച്ചാണ് ആലോചന. ദിവസങ്ങളും ആഴ്ചകളും അങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ദിവസം വീണ്ടും ചന്ദ്രശേഖറും വിജയകുമാറും തമ്മിൽ കണ്ടു. വിജയകുമാർ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ചന്ദ്രശേഖർ, ഞാൻ ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ആളുകൾ സ്വർണം പണയം വെക്കുന്നുണ്ട്. ആ പണയ സ്വർണം അടിച്ചു മാറ്റാൻ പറ്റിയാൽ നീ പറയുന്ന പോലെ കാശുണ്ടാക്കാൻ ഒരു പാടുമില്ല. വിജയകുമാർ എന്ന ആ കാനറ ബാങ്കിന്റെ മാനേജർ നേരത്തെ അവിടെ എംപ്ലോയി ആയിരിക്കുകയും ഇപ്പോൾ ഒരു കാസിനോകളുടെ ഉടമയായിരിക്കുകയും ചെയ്യുന്ന ചന്ദ്രശേഖറോട് അയാളുടെ ആശയം പങ്കുവച്ചു. ചന്ദ്രശേഖർ അതിൽ ചില തിരുത്തുകളൊക്കെ വരുത്തി വിജയകുമാറിന് എങ്ങനെയാണ് ആ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു. ഒരു അടിപൊളി പ്ലാനാണ് വിജയകുമാറും ചന്ദ്രശേഖറും ചേർന്ന് ഉണ്ടാക്കിയത്. ആ പ്ലാൻ നടപ്പിലാക്കാൻ വിജയകുമാറിന് എന്തായാലും കൂടെ നിൽക്കാൻ പറ്റില്ല. ചന്ദ്രശേഖറിന് ഒരു അസിസ്റ്റന്റിനെ കൊടുത്താലേ ആ പ്ലാൻ നടപ്പിലാക്കത്തുള്ളൂ. അതിന് വിജയകുമാർ കണ്ടെത്തിയത് അയാളുടെ അസിസ്റ്റന്റിനെ തന്നെയാണ്. വിജയകുമാറിന്റെ ഡ്രൈവറാണ് കഥാപാത്രം. അയാളുടെ പേര് സുനിൽ എന്നാണ്. സുനിലും ചന്ദ്രശേഖറും അതുപോലെ വിജയകുമാറും ചേർന്ന് കാനറ ബാങ്കിന് അകത്തിരിക്കുന്ന സ്വർണത്തെ പുറത്തെത്തിക്കാനുള്ള ഒരു മാർഗമാണ് ആലോചിച്ചത്. വളരെ രസകരമായ ഒരു മാർഗം. ആ മാർഗം അനുസരിച്ച് സ്വർണം അവരെ അവിടെ നിന്ന് അടിച്ചു മാറ്റുമ്പോൾ പിടി വീഴാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം, അതിനുവേണ്ടി ഈ ബാങ്ക് റോബറി കാണിക്കുന്ന സിനിമകൾ അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഒരുപാട് സിനിമകൾ തമിഴിലും തെലുങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ബാങ്ക് റോബറിയുമായി ബന്ധിപ്പിച്ചുണ്ട്. ആ സിനിമകളെല്ലാം അവർ ടീമായിട്ട് തന്നെ കണ്ടു. ഓരോ റോബറിക്ക് ശേഷവും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതും ഇൻവെസ്റ്റിഗേഷന്റെ ഒടുവിൽ ആ കള്ളന്മാർ പിടിയിലാകുന്നതുമായ സിനിമകൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ പോലീസിനെ നന്നായി കബളിപ്പിക്കുന്ന സിനിമകളുമുണ്ട്. വൻ തുക ഇന്ത്യയിൽ നിന്ന് അടിച്ചു മാറ്റി വിദേശത്തേക്ക് കൊണ്ടുപോയ സിനിമ വരെ ആ ശ്രേണിയിൽ തമിഴിലുണ്ട്. ആ സിനിമയൊക്കെ വീണ്ടും വീണ്ടും കണ്ട വിജയകുമാറും ചന്ദ്രശേഖറും സുനിലും അതേസമയത്ത് തന്നെ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ അവർ കണ്ടു. എങ്ങനെയാണ് ഒരു ബാങ്ക് റോബറി പോലീസ് അന്വേഷിക്കുന്നതെന്ന് ആ വീഡിയോകളിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അനവധി ന്യൂസ് ചാനലുകളിൽ ബാങ്ക് റോബറികളുമായി വരുന്ന വാർത്തകളൊക്കെ അവർ ഫോളോ ചെയ്തു. ഒരു തരത്തിലും പിടിക്കപ്പെടരുത്, അതവർക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? അതാണ് തുടർന്ന് ആ 3 പേരും കൂടി ആലോചിച്ചത്. പിടിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ മൊബൈൽ ഫോണ് ട്രാക്ക് ചെയ്തിട്ടാണ്. മോഷണം നടക്കുന്ന സമയത്ത് ആ ബാങ്കിന് സമീപത്ത് അവരുടെ മൊബൈൽ ഫോൺ ആക്റ്റീവ് ആണെങ്കിൽ അവരെ കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത് അവരുപയോഗിക്കുന്ന വാഹനത്തെ ട്രാക്ക് ചെയ്യും. വാഹനം ഒരു കാരണവശാലും പോലീസിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന ശൈലിയിൽ കിട്ടാൻ പാടില്ല. വാഹനത്തിന്റെ കാര്യം പ്രത്യേകം പറയാൻ കാരണം, റോബറി നടത്തിക്കഴിഞ്ഞാൽ ആ കൊള്ളയടിക്കപ്പെട്ട സാധനങ്ങളുമായി രക്ഷപ്പെടാൻ എന്തായാലും വാഹനം വേണം. പക്ഷെ ആ വാഹനത്തെ പോലീസ് ട്രേസ് ചെയ്യാനും പാടില്ല. അതിന് എന്താണ് പദ്ധതി? അതവർ ആലോചിച്ചു. മൂന്നാമതായി അവരാലോചിച്ചത് CCTVയുടെ കണ്ണിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നാണ്. ബാങ്കിനകത്തും പുറത്തും മാത്രമല്ല CCTV ഉള്ളത്. CCTV റോഡിലും ഉണ്ടാവും, അനവധി ഷോപ്പുകളിൽ, അതുപോലെ റോഡിൽ തന്നെ ഹൈവേ പോലീസിന്റെ CCTV ഉണ്ടാവും. ഈ എല്ലാ CCTVകളുടെയും കണ്ണു വെട്ടിക്കണം. അതെങ്ങനെ പറ്റും? നാലാമതായി അവരാലോചിച്ചത് ബാങ്കിനകത്തേക്ക് എങ്ങനെ കയറുമെന്നുള്ളതാണ്. ബാങ്കിനകത്തേക്ക് കയറാൻ പല പരിപാടികളുമുണ്ട്. ബാങ്കിന്റെ സ്ട്രോങ് റൂമിനകത്തേക്ക് ഒരു ടണൽ തുറന്ന് എത്തി ആ ചാനൽ വഴി
സ്ട്രോങ് റൂമിനകത്തുള്ള പണവും സ്വർണവും ഒക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിന് പക്ഷേ ആ മൂവർ സംഘം വിചാരിച്ച പറ്റത്തില്ല. ഒരുപാട് ആളുകളുടെ സഹായം വേണം. അതുമാത്രമല്ല, തുരങ്കം തുറക്കുന്ന സ്ഥലം അവരുടെ അധീനതയിലായിരിക്കുകയും വേണം. ആ കാനറ ബാങ്കിന്റെ സമീപത്ത് അങ്ങനെ അവർക്ക് അനുകൂലമായ ഒരു സ്ഥലവുമില്ല. ഒരുപാട് ദൂരേക്കുള്ളൊരു സ്ഥലം വാങ്ങിച്ചാൽ അവിടെ നിന്ന് ബാങ്ക് വരെ തുറക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ റിസ്ക് ഉള്ള പരിപാടിയാണ്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽ ആ തുറക്കുന്ന പ്രക്രിയ പെടും. തുറന്നാൽ ലഭിക്കുന്ന മണ്ണ് അവർക്ക് എവിടെയെങ്കിലും കൊണ്ട് കളയണമല്ലോ. അതിനുവേണ്ടി ആ വാഹനങ്ങൾ അറേഞ്ച് ചെയ്യുമ്പോൾ ആ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ വഴി ചിലപ്പോൾ ആ മണ്ണിനെ കുറിച്ചുള്ള വിവരം പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അത് തികച്ചും അപകടകരമാണ്. അപ്പോൾ ടണൽ പരിപാടി നടക്കത്തില്ല. പിന്നെ ഉള്ളത് ബാങ്കിലെ വാതിലുകളും ജനാലകളും തകർത്ത് അകത്ത് കയറുക എന്നുള്ളതാണ്. അങ്ങനെ കയറിയാൽ ഒരു പ്രശ്നമുണ്ട്. ബാങ്കിന്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് ഈ വാതിലുകളുമായി കണക്റ്റഡ് ആണ്. ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ ഉറപ്പായിട്ടും ആ സെക്യൂരിറ്റി സിസ്റ്റംസ് ആക്റ്റീവ് ആവുകയും സൈറൻ മുഴങ്ങുകയും ചെയ്യും. അത് സംഭവിക്കാനും പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത ആ മൂവർ സംഘത്തിന് ഇതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുകയാണ്. വാതിലും ജനാലയൊക്കെ തകർക്കുക, ചുവര് തകർക്കുക, അതൊക്കെ വൻ ശബ്ദമുണ്ടാക്കും. അങ്ങനെ ശബ്ദമുണ്ടാക്കിയാൽ അടുത്തുള്ള വീടുകളിലെയും കടകളിലെയും ആളുകൾ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ ആ നിമിഷം പിടിവീഴും. അപ്പോൾ ചുവര് തുരന്ന് അല്ലെങ്കിൽ ജനാല തകർത്ത് അകത്തേക്ക് കയറുന്ന പരിപാടി അതത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അത് തകർക്കാതെ അവർക്ക് ബാങ്കിനകത്തേക്ക് കടക്കാനും പറ്റില്ല. വാതിലും ജനാലയും ചുവരല്ലേ ഉള്ളൂ. അടിയിൽക്കൊണ്ടുള്ള പരിപാടി ആദ്യമേ അവർ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ സൈഡിൽ കൂടെ കടക്കാന്ന് പറഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. ഇനിയുള്ളത് ചേലാമ്പ്ര പോലുള്ള ബാങ്കുകളിൽ നടന്ന ആ കൊള്ളയാണ്. ബാങ്കിനകത്തേക്ക് മുകളിലത്തെ നിലവഴി തുറന്ന് താഴേക്കിറങ്ങി. ചേലാമ്പ്രയിൽ താഴ്ന്ന് മുകളിലേക്ക് തുറന്ന് കയറിയത്. ചേലാമ്പ്ര ബാങ്കിന്റെ റോബറി ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. മുകളിൽ നിന്ന് താഴേക്ക് തുറന്നിറങ്ങാന്ന് പറഞ്ഞാൽ അതും ശബ്ദം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ടും മുകളിൽ താമസിക്കാൻ അവർക്ക് സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ തുറന്നിറങ്ങാൻ എളുപ്പമായേനെ. ഇത് അതിന് പറ്റുന്ന ഒരു ബിൽഡിംഗ് അല്ല. ഈ കാര്യങ്ങൾ ആഴ്ചയിലൊരിക്കൽ ആ മൂവർ സംഘം ഒന്നിച്ചു കൂടുമ്പോൾ അവർ ചർച്ച ചെയ്തു തുടങ്ങി. ബാങ്കിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്വർണ്ണം ഇരിക്കുകയാണ്. ആ സ്വർണ്ണം അവിടുന്ന് അടിച്ചു മാറ്റിയാൽ ആ 3 പേരുടെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ഇഷ്ടംപോലെ പണമാണ് അവരെ കാത്ത് ബാങ്കിനകത്ത് ഇരിക്കുന്നത്. ആ സ്വർണത്തെ പുറത്തെത്തിക്കാനായി അവരാലോചിക്കുന്ന എല്ലാ പരിപാടികളിലും പ്രശ്നമുണ്ട്. അപ്പോഴാണ് ചന്ദ്രശേഖർ വിജയകുമാറിനോട് വളരെ സിമ്പിളായ ഒരു കാര്യം പറഞ്ഞത്. വിജയകുമാർ, നിങ്ങളുടെ കയ്യിൽ ബാങ്കിലേക്ക് കടക്കാനുള്ള എല്ലാ താക്കോലുമില്ലേ? സ്ട്രോങ് റൂമിലേക്കുള്ള താക്കോലും നിങ്ങളല്ലേ സൂക്ഷിക്കുന്നത്? നമുക്ക് ആ താക്കോല് തന്നെ ഉപയോഗിച്ചാലോ? ചന്ദ്രശേഖർ, നീ എന്തായി പറയുന്നത്? ആ താക്കോല് ഞാൻ ഉപയോഗിച്ചാൽ ഞാനാണ് തുറന്നതെന്ന് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? വിജയകുമാർ, ബാങ്കിന്റെ ട്രാൻസ്ഫർ വരാറായില്ലേ? അത് മെയ് മാസത്തിൽ വരും. ട്രാൻസ്ഫർ ആയി കഴിഞ്ഞതിന് ശേഷമാണ് മോഷണം നടക്കുന്നെങ്കിൽ നിന്നെ ആരെങ്കിലും സംശയിക്കൂ? ചന്ദ്രശേഖർ ചോദിച്ച ആ ചോദ്യം സ്വാഭാവികമായിട്ടും വിജയകുമാറിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തുകയാണ്. വിജയകുമാറിന്റെ ട്രാൻസ്ഫർ ഡേറ്റ് എന്ന് പറയുന്നത് മെയ് 9 മെയ് 9 വിജയകുമാർ അടുത്ത ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകും. അതിനുശേഷമാണ് മോഷണം നടക്കുന്നെങ്കിൽ ഒരു കാരണവശാലും ഒരു അന്വേഷകന്റെയും ദൃഷ്ടി വിജയകുമാറിലേക്ക് എത്തില്ല. അതൊരു അടിപൊളി പരിപാടിയാണ്. പക്ഷേ അതിനുശേഷം മോഷണം നടക്കണമെങ്കിൽ ഉറപ്പായും താക്കോൽ വേണം. വിജയകുമാറിന്റെ കയ്യിലിരിക്കുന്ന താക്കോലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ അങ്ങനെ ആ സംഘം തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഡ്രൈവർ സുനിൽ വിജയകുമാറിനോട് ചോദിച്ചു, സാർ, ഈ താക്കോല് അങ്ങയുടെ കൈവശം മാത്രമല്ലേ ഉള്ളൂ? അപ്പോൾ ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായാൽ ഭാവിയിലാണെങ്കിലും അന്വേഷിച്ച് അങ്ങയിലേക്ക് കാര്യമെത്തില്ലേ? സുനിൽ, നീ ചോദിച്ചതൊരു കാര്യമായ ചോദ്യമാണ്. നമുക്ക് അതിനും പഴുതുണ്ടാക്കാം. ഈ താക്കോലൊക്കെ കള്ളമാർക്ക് വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാലോ. ഇവിടെ നമ്മുടെ ഈ ബാങ്കിൽ ഒരു നിർമ്മാണം നടക്കാൻ പോവുകയാണ്. ബാങ്കിൽ ഫർണിച്ചറൊക്കെ നന്നാക്കുന്ന പ്രക്രിയയാണ് നടക്കാൻ പോകുന്നത്. ബാങ്ക് അതിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഹിന്ദിക്കാർക്കാണ്. ബീഹാറിൽ നിന്ന് കണ്ടാണ് ആളുകൾ വരുന്നത്. അവരാണ് ഇന്ത്യ ഒട്ടാകെയുള്ള കാനറ ബാങ്കിന്റെ ഫർണിച്ചർ മെയിൻ്റനൻസ് പരിപാടി നടപ്പിലാക്കുന്നത്. ആ ടീം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫർണിച്ചറും അവർ നന്നാക്കും. ഒരുപാട് ആളുകളുണ്ടാവും. ഈ പരിപാടി നടക്കുമ്പോൾ അവരുടെ കയ്യിൽ സോപ്പും മെഴുകും ഒക്കെ ഉണ്ടാവും. അവന്മാരിൽ ആരെങ്കിലും താക്കോല് നമ്മുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന് പോലീസിന് തോന്നത്തക്ക ശൈലിയിൽ നമുക്ക് എന്തെങ്കിലും ആ മോഷണം നടക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ അന്വേഷണം ഉറപ്പായിട്ടും ആ ബീഹാറികളിലേക്ക് പൊയ്ക്കൊള്ളും. എന്തൊക്കെ തടസ്സങ്ങളാണ് വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടതിന് ശേഷം അതിൻ്റെ മറുമരുന്നാണ് ആ മൂവർ സംഘം ആലോചിക്കുന്നത്. അങ്ങനെ വിജയകുമാർ പറഞ്ഞതും സുനിൽ വീണ്ടും ചോദിച്ചു, സാർ, ഈ വാതിൽ താക്കോൽ ഉപയോഗിച്ച് തുറന്നാൽ അലാറം കേൾക്കില്ലേ? സുനിൽ, അതാണ് നമ്മുടെ ബാങ്കിന്റെ പ്രത്യേകത.
യഥാർത്ഥ താക്കോലിട്ടാണ് തുറക്കുന്നെങ്കിൽ അലാറം കേൾക്കില്ല. അതൊരു നല്ല അറിവാണ്. ബാങ്കിന്റെ യഥാർത്ഥ താക്കോലിട്ട് തുറന്നാൽ ആ അലാറം വർക്ക് ചെയ്യത്തില്ല. പക്ഷെ അതിനകത്ത് വല്ല ഡ്യൂപ്ലിക്കേറ്റ് സംവിധാനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായും ആ അലാറം സിസ്റ്റം അലർട്ട് ആവുകയും കണക്റ്റഡ് സ്ഥലങ്ങളിൽ ആ അലാറം എത്തുകയും ചെയ്യും. വിജയകുമാർ അതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ താക്കോല് പോലുള്ള താക്കോൽ ഉണ്ടാക്കിയാൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് ആ ബിൽഡിങ്ങിനകത്തേക്ക് കടക്കാൻ പറ്റും. അക്കാര്യം ഉറപ്പായതും ചന്ദ്രശേഖർ വിജയകുമാറിനോട് പറഞ്ഞു. വിജയകുമാർ പ്രശ്നമിരിക്കുന്നത് ആ സ്ട്രോങ് റൂമിന്റെ കാര്യത്തിലാണ്. സ്ട്രോങ് റൂമിന്റെ കേസ് അറിയാമല്ലോ. അവിടെ ആ സ്ട്രോങ് റൂം തുറക്കാൻ അത്ര എളുപ്പമല്ല. ചന്ദ്രശേഖർ, നമ്മുടെ കാനറ ബാങ്ക് മറ്റ് ബാങ്കുകളുടെ അത്ര സെക്യൂർഡ് അല്ല. കാനറ ബാങ്കിൽ ഫിംഗർ പ്രിന്റ് വെക്കാതെയും ആ സ്ട്രോങ് റൂം തുറക്കാം. മറ്റ് ബാങ്കുകളിലാണെങ്കിൽ ഈ അസിസ്റ്റന്റ് മാനേജറുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിലേ സ്ട്രോങ് റൂം തുറക്കാൻ പറ്റും. ഇവിടെ അത് നമ്മൾ പിടിപ്പിച്ചിട്ടില്ല. കാനറ ബാങ്കിന്റെ ഉൾപ്പെടെ പല ബാങ്കുകളുടെ ബ്രാഞ്ചുകളിൽ ഈ സ്ട്രോങ് റൂമുമായി കണക്ട് ചെയ്തുകൊണ്ട് ഫിംഗർ പ്രിന്റ് ആക്ടിവേറ്റഡ് ആണ്. സ്ട്രോങ് റൂമിന്റെ താക്കോല് കയ്യിൽ സൂക്ഷിക്കുന്ന അസിസ്റ്റന്റ് മാനേജർ ആ ഫിംഗർ പ്രിന്റ് പ്രസ് ചെയ്താലേ പല ബ്രാഞ്ചുകളിലും ആ ഡോർ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അതിനൊരു സമയമുണ്ട്. രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കിടയിൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. പക്ഷെ ഇവിടെ പല സ്ഥലത്തും അതായിട്ടില്ല. എന്തായാലും ഈ പർട്ടിക്കുലർ ബാങ്കിൽ ആ സംവിധാനം ആകാൻ ഇനി സമയമെടുക്കും. അതിനു മുമ്പ് മോഷണം കംപ്ലീറ്റ് ചെയ്യാം. അതാണ് വിജയകുമാറിന്റെ ടാർഗറ്റ്. ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ സുനിൽ വിജയകുമാറിനോട് ചോദിച്ചു, സാർ, അപ്പോൾ റോഡിലെ പ്രശ്നങ്ങളോ? റോഡിൽ ധാരാളം CCTV ഇല്ലേ? അതിന് മറുപടി പറഞ്ഞത് ചന്ദ്രശേഖറാണ്. സുനിൽ, അതിന് പണിയുണ്ടാക്കാം. ഞാൻ ഈ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളല്ലേ, എനിക്കറിയാം അത് എവിടേക്കാണ് കണക്ട് ആയിരിക്കുന്നത്. നമുക്ക് ആ കേബിളുകളും കട്ട് ചെയ്യാം. CCTV ഈസിയായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചന്ദ്രശേഖർ പറഞ്ഞു. സുനിൽ ചോദിച്ചു, സാർ, അപ്പോൾ ആ വലിയ ഹാലജൻ ലൈറ്റോ? ഈ ബാങ്ക് ഇരിക്കുന്ന സ്ഥലം മുഴുവൻ ആ ലൈറ്റിൽ കുളിച്ചിരിക്കും. എടാ, എന്തായാലും CCTV കട്ട് ചെയ്യാൻ നമ്മൾ കയറുമല്ലോ, നമുക്ക് ആ വയർ കൂടെ കട്ട് ചെയ്യാം. ആ ലൈറ്റ് പോയാൽ പിന്നെ കംപ്ലീറ്റ് ഇരുട്ടല്ലേ, ആരാ പിന്നെ നമ്മളെ കാണുന്നത്? ആ മൂവർ സംഘം ശരിക്കും ആ ബാങ്ക് ഓപ്പറേഷന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ ചർച്ച ചെയ്തു തുടങ്ങി. ലൈറ്റ് ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കിയാലും പിന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഏതെങ്കിലും വീടുകളിലെ CCTVയിൽ അവർ പതിയുമല്ലോ. അതിനെക്കുറിച്ച് സുനിൽ ചോദിച്ചതും ചന്ദ്രശേഖർ ഒരു ചിരി ചിരിച്ചു. സുനിലെ, ഈ പരിപാടി ഞാൻ നേരത്തെ തന്നെ മനസ്സിൽ കണ്ടതാണ്. നീ ആ തിരുട സിനിമയും മറ്റു സിനിമകളൊക്കെ കണ്ടതല്ലേ? അതിനകത്ത് എന്താ സംഭവം? ഈ വാഹനങ്ങൾ ഒരു കാരണവശാലും CCTV പതിയരുത്. അതാണല്ലോ ആ സിനിമകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ട്രക്ക് ഉപയോഗിക്കടാ. നമ്മൾ വരുന്ന ബൈക്കുകൾ തിരിച്ച് പോകുന്നില്ല. ബൈക്കുകൾ ഒരു വശത്തേക്ക് അങ്ങ് പോയി. ബാങ്കിലെ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമുക്ക് ഈ ബൈക്കുകൾ ഓടിച്ച് ട്രക്കിനകത്ത് കയറ്റി വയ്ക്കാം. ട്രക്ക് നമ്മളെ കൊണ്ട് അങ്ങ് പൊയ്ക്കോളും. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ട്രക്കിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നു, നമ്മൾ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് അങ്ങ് പോകുന്നു. പോലീസ് എങ്ങനെ നോക്കിയാലും നമ്മളെ കിട്ടത്തില്ല. സിനിമകൾ കാണുന്നതുകൊണ്ടുള്ള ഗുണം ചന്ദ്രശേഖർ പറയുന്ന ആ വാക്കുകളിൽ വിസിബിളാണ്. ചന്ദ്രശേഖർ അത് പറഞ്ഞപ്പോൾ വിജയകുമാർ പറഞ്ഞു, അതെ അതെ, ഞാനും ആ സിനിമകൾ കണ്ടിരുന്നു. കാറ് വേണമെങ്കിലും നമുക്ക് ട്രക്കിനകത്ത് കയറ്റി ഒളിപ്പിക്കാം. എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്തപ്പോൾ വിജയകുമാർ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും അന്ന് കറുത്ത ഡ്രസ്സ് ഉപയോഗിച്ചാൽ മതി. ആരെ കണ്ടാലും നിങ്ങൾ തിരിച്ചറിയരുത്. രാത്രിയാകുമ്പോൾ കറുത്ത ഡ്രസ്സാണ് മോഷണത്തിന് പറ്റിയെന്നുള്ള ഒരു ധാരണ വിജയകുമാറിനുണ്ട്. വിജയകുമാർ കാണുന്ന സിനിമകളിലൊക്കെ അങ്ങനെയാണ്. മോഷണത്തിന് വരുന്ന ആളുകൾ കറുത്ത വസ്ത്രമേ ധരിക്കും. സിനിമകൾ കണ്ട് ശരിക്കും നന്നായി അവർ ആ ഓപ്പറേഷൻ പഠിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സുനിൽ ഒരു ഐഡിയ വിജയകുമാറിനോട് പറഞ്ഞത്. സാർ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പോലീസിന് ഒരു തെറ്റായ ദിശ നമ്മൾ കൊടുക്കണ്ടേ? പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കണ്ടേ? സുനിൽ, അതിൻ്റെ പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്, നീ പേടിക്കണ്ട. മോഷണം നടത്തേണ്ട രീതിയൊക്കെ അവർ തീരുമാനിച്ചു കഴിഞ്ഞതും ആ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി തുടങ്ങാനുള്ള പരിപാടിയായി. ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രയോറിറ്റി അവരുണ്ടാക്കി, ഒരു മുൻഗണനാക്രമം. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കേണ്ട ചുമതല ഉറപ്പായിട്ടും വിജയകുമാറിനാണ്. വിജയകുമാറിൻ്റെ കയ്യിലാണല്ലോ ബാങ്കിൻ്റെ ഒറിജിനൽ താക്കോൽ കൂട്ടം ഉള്ളത്. അയാൾ ആ താക്കോൽ കൂട്ടത്തിൽ നിന്ന് ആവശ്യമുള്ള താക്കോലുകൾ സോപ്പിലേക്ക് പതിച്ചെടുത്തു. ഒരു കാരണവശാലും അയാളാണ് ആ താക്കോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സോപ്പിലേക്ക് പതിച്ചതെന്ന് ആർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി അയാളെ താക്കോല് കഴുകി വൃത്തിയാക്കി ഒരു പ്രശ്നമില്ലാതെയാണ് ആ ദിവസങ്ങളിൽ താക്കോല് അവിടെ ബാങ്കിൽ ഉപയോഗിച്ചത്. ആ സോപ്പിൽ ഉണ്ടാക്കിയ രൂപങ്ങൾ അതിവേഗം താക്കോലായി വിവിധ സ്ഥലങ്ങളിൽ മാറി. ആ താക്കോലുകൾ കിട്ടിയപ്പോൾ ആ താക്കോലുമായി ബാങ്കിൽ വന്ന വിജയകുമാർ സമയം കിട്ടിയപ്പോൾ ആ താക്കോൽ ഉപയോഗിച്ച് സ്ട്രോങ് റൂമും തുറന്നു. അതുപോലെ മുൻപിലത്തെ വാതിൽ തുറക്കുകയും അടയ്ക്കുകയും ചെയ്തു. അയാൾ ഏത് താക്കോൽ ഉപയോഗിച്ചാൽ തുറക്കുന്നെന്നും അടയ്ക്കുന്നെന്നും
വേറെ ആരും ശ്രദ്ധിക്കാറില്ലല്ലോ. ബാക്കിയുള്ള സ്റ്റാഫുകളൊക്കെ നേരത്തെ പോകും, ഇയാളും സെക്യൂരിറ്റിക്കാണ് അവസാനം പോകുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും അതിനകത്ത് ഒരു സംശയം ഉണ്ടായില്ല. എല്ലാ താക്കോലുകളും വർക്ക് ചെയ്യുന്നെന്ന് വിജയകുമാർ പൂർണ്ണമായി ഉറപ്പാക്കി. വാതിൽ തുറക്കാനും ലോക്കർ തുറക്കാനും അകത്തെ ആ പണയ ഉരുപ്പടികളിൽ ഇരിക്കുന്ന ആ ലോക്കറുകൾ തുറക്കാനുമുള്ള കാര്യങ്ങൾ ഭംഗിയായി നടക്കുമെന്ന് ഉറപ്പായതും അടുത്ത ഘട്ടത്തിലേക്ക് വിജയകുമാർ കടക്കണം. വിജയകുമാർ അന്ന് വൈകുന്നേരം ആ ടീം ഒന്നിച്ചു കൂടിയപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. താക്കോല് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പാക്കിയ വിജയകുമാർ ആ താക്കോലുകൾ അവർക്ക് രണ്ടുപേർക്കുമായിട്ട് ഹാൻഡ് ഓവർ ചെയ്യിച്ചു. ശരിക്കും അമൂല്യമായ ഒരു നിധിയാണ് ആ ചന്ദ്രശേഖരനും സുനിലിനും കിട്ടിയിരിക്കുന്നത്. ഒരു ബാങ്കിന്റെ അകത്തേക്ക് വളരെ അനായാസമായി കടക്കാനുള്ള താക്കോലാണ്. സുനിൽ പെട്ടെന്ന് വിജയകുമാരോട് ചോദിച്ചു, അല്ല സാറേ, ഈ വാതിലിന്റെ പുറത്ത് ഒരു ഗ്രില്ലില്ലേ, ആ ഗ്രില്ലിൽ പൂട്ടുണ്ടല്ലോ. ഇടാ, ആ പൂട്ട് തല്ലി പൊട്ടിക്കാന്നുള്ളതേ ഉള്ളൂ. ആ പൂട്ടും അകത്തെ സെക്യൂരിറ്റി സിസ്റ്റവുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാനല്ലേ ദിവസം പൂട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ വിജയകുമാർ അതിന് മറുപടിയും പറഞ്ഞു. ആ കാര്യം അങ്ങനെ സോൾവ് ആയി. ഇനിയാണ് അടുത്ത പരിപാടികൾ. അവർക്ക് ഈ CCTV ക്യാമറകളെല്ലാം നിരീക്ഷിക്കണമല്ലോ. അതിന്റെ ചുമതല ചന്ദ്രശേഖരനും സുനിലിനുമാണ്. അടുത്ത ഏതാനും ദിവസങ്ങളിൽ ആ റോഡിന്റെ ഇരുഭാഗത്തും റോഡിലുമുള്ള എല്ലാ ക്യാമറകളും ചന്ദ്രശേഖരും സുനിലും ചേർന്ന് നോട്ട് ചെയ്തു. ബാങ്കിൽ നിന്ന് വലത് ഭാഗത്തേക്ക് 1 കിലോമീറ്റർ, ഇടത് ഭാഗത്തേക്ക് ഒരു 3 കിലോമീറ്റർ, ഈ 4 കിലോമീറ്ററിനകത്തുള്ള എല്ലാ ക്യാമറകളും എവിടെയൊക്കെയാണെന്ന് അവർ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ കടകളിൽ ക്യാമറ ഉണ്ടെന്ന് പോലും അവർ നോട്ട് ചെയ്തു. ചില വീട്ടുകാരൊക്കെ റോഡിലേക്കും ക്യാമറ വെച്ചേക്കും, ചുമ്മാ ഒരു തമാശയ്ക്കുന്ന പോലെ. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോന്ന് വരെ ഇവർ നോക്കി. ഒരു തരത്തിലും ഇവർ പിടിക്കപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണമല്ലോ. ഇനിയാണ് സർവ്വപ്രധാനമായ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്. അവരുടെ ആ ബൈക്കിനെ തിരിച്ചുകൊണ്ടുപോകാൻ ഒരു ട്രക്ക് വേണമല്ലോ. ട്രക്ക് ഏർപ്പാടാക്കി. ഇനി വേണ്ടത് മോഷ്ടിക്കാനുള്ള ഡേറ്റ് തീരുമാനിക്കലാണ്. മോഷ്ടിക്കുന്നത് ഉറപ്പായിട്ടും വിജയകുമാർ ട്രാൻസ്ഫർ ആയതിനു ശേഷമേ പാടുള്ളൂ എന്ന് ആദ്യമേ തന്നെ അവർ തീരുമാനിച്ച കാര്യമാണ്. മെയ് 9-നാണ് വിജയകുമാർ ട്രാൻസ്ഫർ. വിജയകുമാർ ട്രാൻസ്ഫറായി ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടേ മോഷ്ടിക്കാവൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ സംശയം വിജയകുമാറിലേക്ക് വരും. അത് അറിയാവുന്ന ആ മൂവർ സംഘം മോഷ്ടിക്കാൻ പറ്റിയ ഒരു ഡേറ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് മെയ് 23 കടന്നു വന്നത്. അന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഹൈദരാബാദിലെ സൺറൈസേഴ്സും തമ്മിൽ ഒരു IPL മത്സരമുണ്ട്. നിലവിലത്തെ ഫോം അനുസരിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ഹൈദരാബാദിനെ തോൽപ്പിക്കാൻ സർവ്വസാധ്യതയുണ്ട്. RCB ജയിച്ചാൽ ഉറപ്പായിട്ടും ബാംഗ്ലൂർ നഗരത്തിൽ പടക്കം പൊട്ടിപ്പിന്റെ ഒരു ബഹളമായിരിക്കും. ആ പടക്കം ബാംഗ്ലൂർ മാത്രമല്ല, മാംഗ്ലൂരിലേക്കും ഇവരുടെ സ്ഥലത്തൊക്കെ അത് പ്രതിഫലിക്കും. സകല സ്ഥലത്തും ആഘോഷമായിരിക്കും. ആ ആഘോഷത്തിനിടയിൽ ഒരു ബാഗൊക്കെ കുത്തി തുറന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയി ആരും അറിയത്തില്ല. അക്കാര്യം വിജയകുമാറിനും സംഘത്തിനും ഉറപ്പായി. അവര് അതിനു മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴേക്ക് മെയ് 9-ആയി. മെയ് 9-ന് വിജയകുമാർ ട്രാൻസ്ഫറായി. ദിവസങ്ങൾ അതിവേഗം കടന്നു പോവുകയാണ്. പുതിയ മാനേജർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം ചാർജ് എടുത്തു. അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മെയ് 23 എത്തി. മെയ് 23-ന് അവർക്ക് ഒരു കാര്യം ഉറപ്പാക്കണം. ആ ബാങ്കിനകത്തെ അലാറം വർക്ക് ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതിനുവേണ്ടി അവർ ചെയ്തത് ആ ബാങ്കിലേക്കുള്ള പവർ കണക്ഷൻ വരുന്ന ആ ലൈൻ അങ്ങ് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ ചന്ദ്രശേഖർ നോക്കി വെച്ചിരുന്നു. മെയ് 23-ന് അത് കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അവർ ആലോചിക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂര് ഹൈദരാബാദുമായിട്ടുള്ള മത്സരത്തിൽ പരാജയപ്പെടുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ആ മത്സരത്തിൽ വിജയിച്ചതും എൻ്റെ കർണാടകയും ഏതാണ്ട് ശ്മശാന മൂകതയിലേക്ക് എത്തി. ഒരു ശബ്ദവും പുറത്ത് കേൾക്കാനില്ല. ഈ സമയത്ത് ഏതെങ്കിലും കാരണവശാൽ അവര് ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ പിടിക്കപ്പെടാനുള്ള സർവ്വസാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ദിവസം അവരങ്ങ് വിട്ടു. പക്ഷെ അവർക്ക് ഈ മോഷണ പരിപാടി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. പിറ്റേന്ന് മെയ് 24, അന്ന് 4-ാം ശനിയുമാണ്. ഈ 4-ാം ശനി ബാങ്കുകൾക്ക് അവധിയാണ്. 4-ാം ശനി രാത്രിയിൽ മോഷണം നടത്താനാണ് അവർ തീരുമാനിച്ചത്. വിജയകുമാർ ഇപ്പോൾ വേറൊരു ജില്ലയിലെ ബാങ്കിലെ മാനേജറാണ്. വിജയകുമാർ അയാളുടെ കാറിൽ ഈ മോഷണം നടത്തേണ്ട ബാങ്കിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലം വരെ കാറിലെത്തിയിട്ട് ആ കാറ് അവിടെ ഒതുക്കി. അയാൾ ആ കാർ ഒതുക്കിയിട്ട് അവിടെ കാത്തു നിൽക്കും. അവിടെ നിന്ന് 2 ബൈക്കിലായി വിജയകുമാറിൻ്റെ ആ സുഹൃത്തുക്കൾ ചന്ദ്രശേഖരും സുനിലും മുന്നോട്ട് യാത്ര തിരിച്ചു. ഈ സമയത്ത് ഒരു ട്രക്ക് അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ട്രക്ക് ആ ബാങ്കിൽ നിന്ന് അല്പം ദൂരെ മാറി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. ചന്ദ്രശേഖരും സുനിലും ബാങ്കിനെ ക്രോസ് ചെയ്ത് ആ ട്രക്കുള്ള ഭാഗത്തായി അവരുടെ ബൈക്ക് കൊണ്ട് നിർത്തി. അതിനുശേഷം ആ കറുത്ത വേഷം ധരിച്ച ചന്ദ്രശേഖർ സുനിലും
സാവധാനം ആ ഫുട്പാത്തിൽ കൂടെ നടന്നു വരികയാണ്. അവർക്കറിയാം ഇനി എന്താണ് ചെയ്യേണ്ടത്. അവർ നേരെ എത്തിയത് ആ ഇലക്ട്രിക് കണക്ഷൻ കണക്ട് ചെയ്യുന്ന പോസ്റ്റിനടുത്താണ്. ആദ്യം അവർ ഫ്യൂസ് ഊരി. ആ പോസ്റ്റിലേക്ക് കയറിയ സുനിലാണ് ആ പോസ്റ്റിൽ നിന്ന് ഫ്യൂസ് ഊരുന്നത്. ഫ്യൂസ് ഊരിയ സുനില് ചന്ദ്രശേഖറിന്റെ നിർദ്ദേശാനുസരണം മുകളിലേക്ക് കയറി ബാങ്കിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്തു. തൽഫലമായി ബാങ്കിലേക്കുള്ള വൈദ്യുതി കട്ടായി. ഇതേ സമയത്ത് വലിയ ആ ഹാലജൻ ലൈറ്റിന്റെ കണക്ഷൻ കട്ട് ചെയ്തു. താഴെ ഇറങ്ങിയ സുനില് തിരിച്ച് ഫ്യൂസ് ഇരുന്ന സ്ഥലത്ത് തന്നെ കണക്ട് ചെയ്യുകയും ചെയ്തു. വലിയ ലൈറ്റ് ഓഫ് ആയതുകൊണ്ട് ആ ഭാഗത്ത് നല്ല ഇരുട്ടുണ്ട്. വീടുകളിലൊക്കെ കറണ്ട് തിരിച്ചെത്തിയതുകൊണ്ട് ആരും ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് കോള് വിളിച്ച് അവരെ വിളിച്ചു വരുത്താൻ ശ്രമിച്ചില്ല. റോഡിലെ കറണ്ട് പോയത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് സത്യം. നിശബ്ദമായി ചന്ദ്രശേഖറും സുനിലും ബാങ്കിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി. സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ബാങ്കാണ്. അവരുടെ കയ്യിലുള്ള ബാഗിൽ നിന്ന് അവർ ഒരു ചുറ്റിക പുറത്തെടുത്ത് ആ പൂട്ട് തല്ലി പൊളിച്ച് ഗ്രില്ല് പതുക്കെ നീക്കി അവരുടെ കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കിടന്ന അവർ ആദ്യം ചെയ്തത് ആ ഗ്രില്ല് പിടിച്ച് നേരെ വെക്കുക എന്നുള്ളതാണ്. ഗ്രില്ല് പിടിച്ച് നേരെ വെച്ചതിന് ശേഷം അകത്തേക്ക് കിടന്ന സുനിലും ചന്ദ്രശേഖറും ടോർച്ചിന്റെ സഹായത്താൽ ആ ലോക്കറിന്റെ അടുത്തെത്തി. ലോക്കറിന്റെ താക്കോൽ അവരുടെ കയ്യിലുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം അവര് ലോക്കർ തുറന്ന് അകത്ത് കിടന്നു. ലോക്കർ തുറന്ന് അകത്ത് കിടന്ന ചന്ദ്രശേഖരും സുനിലും അവിടെ ആ പണയ ഉരുപ്പടികൾ വെക്കുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു. ഈ ബാങ്കിനകത്ത് പല ടൈപ്പിലുള്ള ലോക്കറുകളുണ്ട്. ബാങ്കിലെ കസ്റ്റമേഴ്സിന്റെ ലോക്കറുണ്ട്. ആ ലോക്കർ തുറക്കാൻ ഇവരുടെ കൈവശമുള്ള താക്കോൽ ഉപയോഗിച്ച് പറ്റത്തില്ല. അതിന് കസ്റ്റമറുടെ കയ്യിലുള്ള താക്കോലൂടി വേണം. ആ കാര്യം ബാങ്ക് എംപ്ലോയി ആയിരുന്ന ചന്ദ്രശേഖർക്കും ഇപ്പോഴും ആ മാനേജറുടെ അസിസ്റ്റന്റായ സുനിലും നന്നായിട്ട് അറിയാം. അവർ രണ്ടുപേരും പണയ ഉരുപ്പടികൾ മാത്രം വെക്കുന്ന ആ ഭാഗത്തേക്ക് വന്നു. അവിടെയുള്ള ലോക്കറുകൾ ഒന്നൊന്നായി തുറക്കാൻ സുനിലിനും ചന്ദ്രശേഖരനും അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പക്ഷേ അവിടെ നിന്ന് അവർ കളക്ട് ചെയ്ത സാധനം ഒരുപാടുണ്ട്. 58 കിലോ സ്വർണമാണ് കുറഞ്ഞ നേരം കൊണ്ട് അവർ കളക്ട് ചെയ്തത്. അവർ കയ്യിൽ കരുതിയിരുന്ന ചാക്കുകളിലേക്ക് ആ സ്വർണ്ണമൊക്കെ നിറച്ചു. 2 ചാക്കുകളിൽ ഫുള്ളായിട്ട് അവർ നിറച്ചു. ഇതിനിടയിൽ ക്യാഷ് വെക്കുന്ന അറയിൽ നിന്ന് 5 ലക്ഷം രൂപയും കൂടി ചന്ദ്രശേഖർ എടുത്തു. ഇനിയുള്ള കാര്യങ്ങൾക്ക് ചെലവുണ്ടല്ലോ, ആ ചെലവിനുള്ള കാശ് ബാങ്കിൽ തന്നെ എടുക്കുന്നതാണ് അതിന്റെ രീതി. അതുകൊണ്ടാണ് അയാൾ ആ കാശ് കൂടെ എടുത്തത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതും ചന്ദ്രശേഖരനെ ഏൽപ്പിച്ചിരുന്ന ഒരു പ്രത്യേക ബാഗ് തുറന്നു. ആ ബാഗിനകത്തുനിന്ന് അയാൾ പുറത്തെടുത്തത് മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ കവർ പൊട്ടിച്ച് അവിടെ മുഴുവൻ മുളക് പൊടി വിതറി. അതിനുശേഷം കുങ്കുമവും മഞ്ഞളും ഒക്കെ പുറത്തെടുത്തു. അതൊക്കെ കവറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ അവിടെ വിതറി. അതിനുശേഷം ഒരു ടെഡി ബെയറിന്റെ ശൈലിയിലുള്ള ഒരു പ്രതിമ പുറത്തെടുത്ത് അത് ആ മഞ്ഞളിലേക്ക് വെച്ചു. ആ മഞ്ഞളിലേക്ക് ആ പ്രതിമ വെച്ചിട്ട് കുറച്ച് പൊടി വാരി അതിൽ അവിടെ ഇവിടേക്ക് വിതറി. ഒരു മന്ത്രവാദം അവിടെ നടന്നുവെന്ന് ആർക്കും അത് കണ്ട തോന്നണം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചന്ദ്രശേഖർ ഒരുക്കിയപ്പോൾ സുനിലിന്റെ ബാഗിൽ കരുതിയിരുന്ന ഒരു കട്ടർ എടുത്ത് പുറത്തേക്ക് വെച്ചു. ശരിക്കും ഒരു ഗ്യാസിന്റെ കട്ടറാണ്. ആ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് അവിടെയൊക്കെ മോഷണം നടന്നതെന്ന് അത് കണ്ടാൽ ആർക്കും തോന്നണം. ഈ സംവിധാനങ്ങളൊക്കെ കാണുന്ന ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു വൻ കൊള്ളക്കാരുടെ കൊള്ള അവിടെ നടന്നിരിക്കുന്നതായി തോന്നണം. അങ്ങനെ തോന്നിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയതിനു ശേഷം കാര്യങ്ങളൊക്കെ ഭംഗിയാണെന്ന് ഒന്നുകൂടി നോക്കിയിട്ട് ചന്ദ്രശേഖറും സുനിലും ആ സ്ട്രോങ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചന്ദ്രശേഖർ ഒരു കാര്യം ഉറപ്പാക്കി. ആ സ്ട്രോങ് റൂം പൂട്ടിയിട്ടില്ല എന്ന കാര്യം. സ്ട്രോങ് റൂം പൂട്ടിയാൽ അവിടെ ഒരു പ്രശ്നം സംഭവിക്കും. സ്ട്രോങ് റൂം പൂട്ടാൻ താക്കോല് കൈവശമുള്ള ആൾക്ക് മാത്രമേ പറ്റൂ. സ്ട്രോങ് റൂം തുറക്കാൻ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പറ്റും. അത് ബാങ്കിൽ എംപ്ലോയി ആയിരുന്ന ചന്ദ്രശേഖർക്ക് നന്നായിട്ട് അറിയാം. സ്ട്രോങ് റൂം ചാരിയിട്ട് അവിടുന്ന് പുറത്തിറങ്ങിയ ചന്ദ്രശേഖരവും സുനിലും മെയിൻ വാതിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ആ വാതിൽ പൂട്ടാതിരിക്കാൻ അവർ ബോധപൂർവ്വം ശ്രമിച്ചു. ആ വാതിൽ പതുക്കെ അങ്ങ് ചാരി. അതിനുശേഷം ആ ഗ്രില്ല് പിടിച്ചിട്ടു. നിശബ്ദമായി രണ്ടുപേരും ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങി വലതു ഭാഗത്തേക്ക് നടന്ന് അവരുടെ ബൈക്കുകളെടുത്ത് നേരെ ഓടിയെത്തിയത് ആ ട്രക്ക് നിൽക്കുന്ന ഭാഗത്തേക്കാണ്. ട്രക്കിനകത്തേക്ക് അവർ ആ വാഹനം ഓടിച്ചു കയറ്റിയതും ആ ട്രക്കുമായി ബന്ധപ്പെട്ട ആളുകൾ വാഹനത്തിൻ്റെ വാതിലടച്ച് ആ ട്രക്ക് സാധാരണ റോഡിലൂടെ മൂവ് ചെയ്തു. ആ ട്രക്ക് നേരെ ഓടിയെത്തിയത് നേരത്തെ അവർ പറഞ്ഞിരിക്കുന്ന സ്ഥലത്താണ്. അവിടെ എത്തിയതും ട്രക്കിൽ നിന്ന് ഇറങ്ങിയ സുനിലും ചന്ദ്രശേഖറും ബൈക്കുകൾ ഓടിച്ച് വിജയകുമാർ നിൽക്കുന്ന ഭാഗത്തെത്തി. വിജയകുമാറിന്റെ അടുത്ത് അവരെത്തുമ്പോൾ അവരുടെ ആ പ്ലാൻ വിജയിച്ചതിന്റെ സന്തോഷം ആ മൂന്നംഗ സംഘത്തിനുമുണ്ട്. ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ഒരു ബാങ്കിനെ അവര് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണ ഒരിക്കൽ കൂടി പറഞ്ഞുറപ്പിച്ചതിന് ശേഷം ആ മൂവർ സംഘം അവരെ ഏൽപ്പിച്ച ജോലികൾ ചെയ്യാനായി അതത് സ്ഥലങ്ങളിലേക്ക് നീങ്ങി. ഒരാൾ ഗോവയിലേക്കും ഒരാൾ
ആന്ധ്രയിലേക്കും മറ്റേയാൾ തൊട്ട് സമീപത്ത് ജില്ലയിലേക്കും. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ നേരം പുലർന്നു. സാധാരണഗതിയിൽ നേരം പുലരുമ്പോൾ 8:30 മണിയോടുകൂടി ക്ലീനിങ് സ്റ്റാഫുകൾ ബാങ്കിൽ എത്തേണ്ടതാണ്. പക്ഷെ അന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആ ബാങ്കിന്റെ പരിസരത്തേക്ക് ആരും എത്തിയില്ല. ഒരു ദിവസം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച രാവിലെ 8:30 മണിയോടുകൂടിയാണ് ക്ലീനിങ് സ്റ്റാഫുകൾ ബാങ്കിലെത്തിയത്. ബാങ്കിന് ചുറ്റുമൊക്കെ ആ ക്ലീനിങ് സ്റ്റാഫ് വൃത്തിയാക്കുമ്പോഴേക്കും മാനേജർ താക്കോലുമായി എത്തും. അതാണ് സാധാരണ നടക്കുന്ന രീതി. ആ ക്ലീനിങ് സ്റ്റാഫ് അവരുടെ ക്ലീനിങ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാനായി തുടങ്ങിയ ആ നിമിഷത്തിലാണ് അവരുടെ കണ്ണ് അവിടെയുള്ള ആ ഗ്രില്ലിൽ പതിയുന്നത്. ഗ്രില്ലിലുള്ള പൂട്ട് താഴെ വീണ് കിടക്കുകയാണ്. ആ പൂട്ട് അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ്. സംഭവം പന്തിയല്ലെന്ന് കണ്ട ആ സ്ത്രീ ഉടൻ തന്നെ മാനേജർ വിളിച്ച് കാര്യം പറഞ്ഞു. മാനേജർ ബാങ്കിലേക്ക് വരാനായി റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് തൂപ്പുകാരി വിളിച്ച് കാര്യം പറയുന്നത്. ഉടൻ തന്നെ അദ്ദേഹം അസിസ്റ്റന്റ് മാനേജറെ വിളിച്ച് കാര്യം പറഞ്ഞിട്ട് ഉടൻ ബാങ്കിലേക്ക് എത്തി. മാനേജർ ബാങ്കിന്റെ മുന്നിൽ എത്തുമ്പോഴേക്കും അസിസ്റ്റന്റ് മാനേജറും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവര് ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ബാങ്കിന്റെ ഗ്രില്ല് അടിച്ചു പൊളിച്ചിരിക്കുന്നു. ബാങ്കിനകത്തേക്ക് കയറണമോ വേണ്ടയോ ആ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ ആ സമയത്ത് വിവരമറിഞ്ഞെത്തിയ മറ്റ് സ്റ്റാഫുകളൊക്കെ മാനേജറോടും അസിസ്റ്റന്റ് മാനേജറോടും ചോദിക്കുകയാണ്. എന്തായാലും അവർ ഒരു കാര്യം തീരുമാനിച്ചു, എന്തെങ്കിലും മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അവരായിട്ട് അകത്ത് കയറുന്നത് ശരിയല്ല. അതിന്റെ ഫലമായിട്ട് മാനേജർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി. മാനേജറുടെയും അസിസ്റ്റന്റ് മാനേജറുടെയും മറ്റ് സ്റ്റാഫുകളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് പോലീസ് സംഘം ബാങ്കിന്റെ ഉള്ളിലേക്ക് കടന്നത്. ബില്ല് പതുക്കെ നീക്കി ആ വാതിൽ ഒന്ന് തൊട്ടതും വാതിൽ അകത്തേക്ക് അങ്ങ് തുറന്നു. വാതിൽ അകത്തേക്ക് തുറക്കുന്ന കണ്ടതും നമ്മുടെ മാനേജറുടെ ഹൃദയം പടപടാ ഇടി തുടങ്ങി. അയാൾക്ക് നേരത്തെ ഒരു ഭയമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ഭയം യാഥാർത്ഥ്യമാവുകയാണ്. മാനേജറും ബാക്കി സ്റ്റാഫുകളും ഒക്കെ പോലീസിനൊപ്പം ആ ബാങ്കിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. അവര് അതിവേഗം ഓടിയെത്തിയത് സ്ട്രോങ് റൂമിന്റെ ഭാഗത്താണ്. സ്ട്രോങ് റൂമിന്റെ അടുത്തേക്ക് എത്തിയ ആ അന്വേഷണ സംഘവും മാനേജറും സംശയം തോന്നിയതുകൊണ്ട് സ്ട്രോങ് റൂമിന്റെ പിടിയിൽ പിടിച്ച് ഒന്ന് വലിച്ചു. സാധാരണഗതിയിൽ താക്കോലിട്ട് തുറന്നാൽ മാത്രം തുറക്കുന്ന ആ വാതിൽ ആ പിടിയിൽ പിടിച്ചതും പതുക്കെ പുറത്തേക്ക് തുറന്നു വന്നു. ഞെട്ടലിന്റെ അളവ് കൂടുകയാണ്. അകത്തേക്ക് കിടന്ന ആ അന്വേഷണ സംഘവും മാനേജർ ഉൾപ്പെടെ ടീമും ഞെട്ടിത്തരിച്ചു പോകുന്ന കാഴ്ചകളാണ് അകത്തുള്ളത്. അകത്ത് ഒരു വൻ കൊള്ള നടന്നിരിക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണമുണ്ട്. അവിടെ മന്ത്രവാദം ചെയ്ത പാവയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആ പൂട്ടുകൾ പൊളിച്ചിരിക്കുന്ന ഗ്യാസ് കട്ടറും ഉണ്ട്. ആ കാഴ്ച കണ്ട ലോക്കൽ പോലീസ് ആ വിവരം ഉടൻ തന്നെ ഹയർ ഓഫീഷ്യൽസിനെ അറിയിച്ചു. വിവരം അറിഞ്ഞതും പോലീസ് സൂപ്രണ്ട് ലക്ഷ്മൺ അതിവേഗം സ്ഥലത്തെത്തി. വിവരം അറിഞ്ഞിട്ട് ചാനലുകളും നാട്ടുകാരൊക്കെ സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ്. കാനറ ബാങ്കിന്റെ ആ ശാഖയ്ക്ക് മുന്നിൽ ഒരു വലിയ ആൾക്കൂട്ടമായി. അകത്ത് നടന്ന മോഷണത്തിന്റെ ഗൗരവം കണക്കാക്കി തുടങ്ങിയാണ്. എന്താണ് നഷ്ടപ്പെട്ടതെന്ന് ബാങ്കിന് കൃത്യമായിട്ട് അറിയാം. അവരുടെ തന്നെ പണയ ഉരുപ്പടികളാണ് നഷ്ടമായിരിക്കുന്നത്. അവർക്ക് വ്യക്തമായ കണക്കുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം കണക്ക് കിട്ടി. 58 കിലോ സ്വർണ്ണമാണ് അവിടുന്ന് മിസ്സായിരിക്കുന്നത്. പിന്നെ ക്യാഷായിട്ട് ഏകദേശം 5 ലക്ഷത്തിലധികം രൂപയും പോയിരിക്കുകയാണ്. 58 കിലോ സ്വർണം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഏകദേശം 53 കോടി രൂപയ്ക്കുണ്ട്. എല്ലാ TV ചാനലുകളും ആ വാർത്ത അപ്പൊ തന്നെ ബ്രേക്ക് ചെയ്തു. 53 കോടി രൂപയുടെ 58 കിലോ സ്വർണം കാനറ ബാങ്കിൽ നിന്ന് മോഷണം പോയിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് വല്ലാത്തൊരു വേഗതയുണ്ട്. സകല സ്ഥലത്തും ആ വാർത്ത സ്പ്രെഡായി. ഈ സമയത്ത് അകത്തുള്ള കാഴ്ചയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ചാനലുകൾ ജനങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അകത്ത് കയറിയ കള്ളന്മാർ മന്ത്രവാദം നടത്തിയിരിക്കുകയാണ്. മന്ത്രവാദത്തിന്റെ ഉസ്താദുക്കൾ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരോ കേരളീയരോ, ഇവർ രണ്ടുപേരിൽ ആരോ ആണ് അവിടെ മോഷണം നടത്തിയിരിക്കുന്നത്. ചാനലുകൾ അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞതും ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി. ഈ സമയത്ത് ഫോറൻസിക് വിദഗ്ധരും അതുപോലെ നമ്മുടെ പോലീസ് നായയും ഒക്കെ സ്ഥലത്തുണ്ട്. പോലീസ് നായ മണം പിടിക്കാതിരിക്കാൻ നേരത്തെ കൂടി അവിടെ മുളകുപൊടി വിതറിയിരിക്കുന്നതുകൊണ്ട് അവിടെ കിടന്ന് ചില വേലകളൊക്കെ കാണിക്കാനല്ലാതെ നായ്ക്ക് വേറൊന്നും പറ്റിയില്ല. അപ്പോഴാണ് പോലീസിന് അവിടെയുള്ള CCTVയെ കുറിച്ച് ധാരണ ഉണ്ടായത്. എല്ലാ ക്യാമറകളും ആക്റ്റീവാണ്. കള്ളന്മാർ ആ ക്യാമറ കണ്ടു കാണില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമായ ഒരു തെളിവാണ് കിട്ടിയിരിക്കുന്നത്. പോലീസ് ഉടൻ തന്നെ ആ ക്യാമറകൾ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിനടുത്തേക്ക് ഓടിയെത്തി ആ വിഷ്വലുകൾ നോക്കാൻ ശ്രമിച്ചപ്പോഴാണ് അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് കിട്ടുന്നത്. അതിനകത്തുന്ന ഹാർഡ് ഡിസ്ക് അതുപോലെ തന്നെ കള്ളന്മാർ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. പഠിച്ച കള്ളൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കള്ളൻ അല്ലെങ്കിൽ കള്ളന്മാരാണ് ആ മോഷണം നടത്തിയിരിക്കുന്നത്. മോഷണം നന്നായി റെക്കോർഡ് ചെയ്തതിനു ശേഷം ആ ഹാർഡ് ഡിസ്ക് അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്.
അങ്ങനെ ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയത്. SP ലക്ഷ്മൺ അതിവേഗം ഒരു വലിയ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ടീമിനെ അദ്ദേഹം 8 ചെറു ടീമുകളായി തിരിച്ചു. ഓരോ ടീമിനും പ്രത്യേക ടാസ്കുകളാണ് കൊടുത്തത്. ഒരു ടീമിന്റെ ജോലി ബാങ്കിലെ എംപ്ലോയീസിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ടീമിന്റെ ജോലി ആ ബാങ്കിലെ സ്ഥിരം കസ്റ്റമേഴ്സ്, അവിടെ വന്നു പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഡേറ്റ എടുത്ത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ടീമിന്റെ ജോലി ആ CCTV വിഷ്വലുകൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ബാങ്കിലെയും ബാങ്കിന്റെ പുറത്തെയും റോഡിലെയും ഒക്കെ CCTV വിഷ്വലുകൾ നോക്കണം. നാലാമത്തെ ടീമാണ് ഈ മൊബൈൽ ടവറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കേണ്ടത്. മൊബൈൽ ടവറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ ജീവനക്കാരുടെ മൊബൈൽ നമ്പറിന്റെ പൊസിഷനൊക്കെ വിലയിരുത്തണം. തലേദിവസം രാത്രി അവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയണമല്ലോ. അങ്ങനെയുള്ള വിവിധ ആക്ടിവിറ്റീസിനായിട്ട് ആ 8 ടീമിനെ അങ്ങ് തിരിച്ചു. അതിവേഗം അന്വേഷണം നടക്കുകയാണ്. അന്വേഷണ പുരോഗതി ഒരു 6 മണിക്കൂർ കൂടുമ്പോഴും SP വിലയിരുത്തുന്നുണ്ട്. CCTVകൾ പരിശോധിക്കാൻ ഇറങ്ങിയപ്പോഴാണ് പോലീസിന് ഒരു കാര്യം വ്യക്തമാകുന്നത്. പുറത്തേക്കുള്ള ആ CCTV കണക്ഷനൊക്കെ കട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ മെയിൻ വയറാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പണി അറിയാവുന്ന ആരോ നന്നായി പണിതിരിക്കുന്നു. അങ്ങനെ ഒരു ധാരണ ആ കാഴ്ച ഉറപ്പാക്കി. ബാങ്കിൽ നിന്ന് 58 കിലോയുടെ സ്വർണമാണ് കൊണ്ടുപോയിരിക്കുന്നത്. അത് തലച്ചുമടായി കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുമില്ല. അത് എന്തായാലും വാഹനത്തിലായിരിക്കും കൊണ്ടുപോയിരിക്കുക. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഏത് വാഹനത്തിലായിരിക്കും? ആ റോഡ് വഴി ആ രാത്രിയിൽ കടന്നുപോയിരിക്കാൻ സാധ്യതയുള്ള വാഹനങ്ങളൊക്കെ പോലീസ് നോക്കുന്നുണ്ട്. പോലീസിന്റെ കണക്കിൽ മോഷണം നടന്നിരിക്കാനുള്ള സാധ്യത 3 ദിവസമാണ്. ഞായറാഴ്ച രാത്രി, ശനിയാഴ്ച രാത്രി, വെള്ളിയാഴ്ച രാത്രി. ഈ ദിവസങ്ങളിൽ ഏതിലോ ആണ് മോഷണം നടന്നിരിക്കുന്നത്. 4ാമത്തെ ശനിയാഴ്ച വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് ഈ 3 സാധ്യതകളുമുണ്ട്. ഈ 3 ദിവസത്തെയും കിട്ടാവുന്ന എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. ഈ സംഭവവികാസങ്ങൾ നടക്കുമ്പോൾ പോലീസിന് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ കിട്ടി. കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ആ ബാങ്കിൽ ഒരു റിനോവേഷൻ ആക്ടിവിറ്റി നടന്നിരുന്നു. ഫർണിച്ചർ റിനോവേറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നടന്നത്. അതിനെത്തിയ പണിക്കാരൊക്കെ ഹിന്ദിക്കാരായിരുന്നു, പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നുള്ള ആളുകൾ. ആ കൂട്ടത്തിൽ ഉറപ്പായും ആ ബാങ്കിനെ നന്നായി പഠിച്ച ആരെങ്കിലും ഉണ്ടാവും. അവരായിരിക്കും ഈ ബാങ്കിനകത്ത് നടന്ന ആ തിരിമറിയുടെ കാരണക്കാർ. അങ്ങനെ പോലീസിന് തോന്നാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഒരു സംഭവം ബ്രേക്ക് ചെയ്തിട്ടില്ല. ആകെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് മുൻവശത്തുള്ള ഗ്രില്ല് മാത്രമാണ്. ആ ഗ്രില്ലിലെ പൂട്ട് മാത്രം തല്ലി പൊളിച്ചിരിക്കുകയാണ്. ബാക്കി ഒരു സംവിധാനം പൊളിക്കാതെ അകത്ത് ആളുകൾ കടന്നുവെങ്കിൽ അവർ താക്കോൽ ഉപയോഗിച്ചു എന്ന് വ്യക്തമാണ്. താക്കോല് സാധാരണഗതിയിൽ മാനേജറുടെ കൈവശമേ ഉണ്ടാവും. മാനേജറെയും അസിസ്റ്റന്റ് മാനേജറെയും പോലീസ് നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും മറുപടിയിൽ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാൽ അവരിലേക്ക് കുറ്റം കൊണ്ടുവരാൻ പോലീസ് വളരെ എളുപ്പമാണ്. പോലീസ് ബാങ്ക് എംപ്ലോയീസിനെ അങ്ങനെ നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദ്യങ്ങളുടെ ശരവർഷം തന്നെ അവർക്ക് നേരെ വരികയാണ്. അവരെ വ്യക്തമായി നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളും SP ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാ ബാങ്ക് എംപ്ലോയീസിനെയും 24 മണിക്കൂറും നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അവരുടെ എല്ലാ മൂവ്മെന്റ്സും, അവരുടെ എല്ലാ കോൾ ഡേറ്റയും അവർ ശേഖരിച്ചിട്ടുണ്ട്. ആ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാം നിരീക്ഷണത്തിലാണ്. ശരിക്കും ബാങ്കിനകത്തുള്ള ആളുകളുടെ സഹായത്തോടു കൂടി മാത്രമേ ആ മോഷണം നടക്കൂ. അല്ലെങ്കിൽ ആ ബീഹാറികൾ അകത്തുണ്ടായിരുന്ന സമയത്ത് ബാങ്കിന്റെ ആ താക്കോലുകൾ അവര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ പോലീസ് സംശയമുണ്ട്. ഈ പല മേശകളും അവർ നന്നാക്കുന്നതിനിടയിൽ ചിലപ്പോൾ മേശയ്ക്കകത്തുണ്ടായിരുന്ന താക്കോല് അവരുടെ കൈവശമുള്ള മെഴുകിലേക്ക് അതിവേഗം പ്രസ് ചെയ്ത് ഡ്യൂപ്ലിക്കേഷനുള്ള സാധ്യത അവർ ഉണ്ടാക്കി കാണുമോ? അങ്ങനെ ചോദ്യം പോലീസിന്റെ മനസ്സിലുണ്ട്. സ്വാഭാവികമായും അതുമായി ബന്ധിപ്പിച്ച് കാര്യങ്ങൾ തിരക്കാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന ആ ടീമിന്റെ ഡേറ്റ എടുത്ത് അവരെക്കുറിച്ച് തിരക്കാനുള്ള ചുമതല ഒരു ടീമിന് കൊടുത്തു. ഇതേ സമയത്ത് തന്നെ ഈ മന്ത്രവാദം എന്നുള്ള ആ ഒരു ലക്ഷണം ഉള്ളതുകൊണ്ട് കേരളത്തിലെയും അതുപോലെ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ഗ്യാങ്ങുകളിലേക്കും അല്ലാതെയുള്ള ഗ്യാങ്ങുകളിലേക്കും അന്വേഷണ സംഘം ഒരു ശ്രദ്ധ കൊടുത്തിരുന്നു. അതിനുവേണ്ടി പ്രത്യേക ടീമിനെ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കേരളവുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണവും തമിഴ്നാടുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണവും ബീഹാറുമായി ബന്ധിപ്പിച്ചുള്ള അന്വേഷണമൊന്നും അടുത്ത 2 ദിവസവും ഒരു ഫലവും ഉണ്ടാക്കിയില്ല. ആ സമയത്താണ് SP മറ്റൊരു കാര്യം ആലോചിക്കുന്നത്. നിലവിലുള്ള എംപ്ലോയീസ് കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളത് ആരാണ്? ആ ചോദ്യമാണ് ആ അന്വേഷണ സംഘം പരസ്പരം ചോദിച്ചത്. ആ ചോദ്യം SP ഉന്നയിച്ചതും ഒരു ഉദ്യോഗസ്ഥൻ SP-യോട് പറഞ്ഞു, സർ, ചിലപ്പോ ഇവിടെ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആരെങ്കിലും പാര വെച്ചതാണെങ്കിലും. അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതും SP അത്തരത്തിലുള്ള ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ആ ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയ ജീവനക്കാരുടെ മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കാനാണ് SP ആവശ്യപ്പെട്ടത്. ഇതേ സമയത്ത്
പോലീസ് CCTV വിഷ്വലുകൾ ലഭിക്കുന്ന സ്ഥലത്തുനിന്ന് വിഷ്വലുകൾ ശേഖരിച്ചു തുടങ്ങി. ഒരു നിശ്ചിത ഏരിയക്കകത്തുള്ള ലൈനാണ് കട്ട് ചെയ്തിരുന്നത്. അതിനും അപ്പുറത്ത് വിഷ്വലുകളുണ്ട്. ആ വിഷ്വലുകൾ ശേഖരിച്ച പോലീസ് ഈ വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാത്രിയും അതുപോലെ ഞായറാഴ്ച രാത്രിയും ആ വിഷ്വലിൽ കാണുന്ന സ്ഥലത്തൂടി കടന്നുപോയ വാഹനങ്ങളുടെ മുഴുവൻ ഡേറ്റ ശേഖരിക്കുകയാണ്. കാണുന്ന വാഹനങ്ങളൊക്കെ ആരുടേതാണെന്ന് ഉറപ്പാക്കാനുള്ള ഒരു ദൗത്യമാണ് ഒരു ടീമിനുള്ളത്. അവരത് അതിവേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ദിവസം അങ്ങനെ കടന്നു പോകുന്നത്. 8 വ്യത്യസ്ത ടാസ്കുകളിലായി നമ്മുടെ ഈ പോലീസ് സംഘം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഒരു കാറിന്റെ വിഷ്വൽ പരിശോധിച്ചപ്പോൾ അതിന്റെ ഓണറുടെ ഡേറ്റ അവരുടെ നേരത്തെ കളക്ട് ചെയ്ത ഒരു ഡേറ്റയുമായി കണക്റ്റഡ് ആവുന്നത് കണ്ടത്. നേരത്തെ ഒരു ടീം അവിടെ വർക്ക് ചെയ്തിരുന്ന എംപ്ലോയീസ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്ത ഡേറ്റയിലുള്ള ഒരാളുടെ ഡീറ്റെയിലുമായി കാറിന്റെ ഓണറുടെ ഡീറ്റെയിൽ കണക്ട് ആവുകയാണ്. ആ കാര്യം SP റിപ്പോർട്ട് ചെയ്തും SP അയാൾ ആരാണെന്ന് തിരക്കി. അത് നേരത്തെ ആ ബാങ്കിന്റെ മാനേജറായിരുന്ന ഒരു വിജയകുമാർ ആണെന്നുള്ള മറുപടിയാണ് SP കിട്ടിയത്. SP ആ വിവരം കിട്ടിയതും വിജയകുമാറിനെ അവിടേക്ക് വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു. SP ഓഫീസിലേക്ക് സമീപത്തെ ജില്ലയിൽ വർക്ക് ചെയ്യുന്ന കാനറ ബാങ്കിന്റെ ആ മാനേജർ വിജയകുമാറിനെ വിളിച്ചു വരുത്തി. അവിടെ വിജയകുമാർ എത്തിയത് അന്വേഷണ സംഘത്തിന്റെ ആ മുറിയിലേക്കാണ്. വിജയകുമാറിനെ കണ്ടതും SP വിജയകുമാറിനോട് കാര്യം ചോദിച്ചു. വിജയകുമാർ, നിങ്ങൾ നേരത്തെ മാനേജറായിരുന്ന ബ്രാഞ്ചിൽ നടന്ന മോഷണത്തെക്കുറിച്ച് അറിഞ്ഞില്ലേ? സാർ, ഞാൻ അറിഞ്ഞായിരുന്നു. ഞങ്ങൾ എല്ലാവരും ആ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ദിവസം ചർച്ച ചെയ്യുന്നത്. ശരിക്കും ഞങ്ങളെയൊക്കെ ആ വാർത്ത ഞെട്ടിച്ചിരിക്കുകയാണ്. അതെ അതെ വിജയകുമാർ, ഞങ്ങളെയും ആ വാർത്ത ഞെട്ടിച്ചു. നിങ്ങൾക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെളിവുകൾ ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് അറിയാനാണ് ഞങ്ങൾ നിങ്ങളെ വിളിപ്പിച്ചത്. സാർ, അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോ എന്താ പറയുക? അല്ല വിജയകുമാർ, നിങ്ങൾ ഇപ്പോ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? സാർ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് റോണി ഹാൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോ നിങ്ങൾ എങ്ങനെയാ അവിടെ ജോലിക്ക് പോവുക? ഞാൻ കാറിലാണ് പോവുക സാർ. എല്ലാ ദിവസവും കാറിൽ പോകും. അതെ സാർ, എല്ലാ ദിവസവും കാറിലാണ് പോവുക. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെയല്ലേ ബാങ്ക്. അപ്പൊ എത്ര മണിക്ക് തിരിച്ചെത്തും? സാർ, ഞാനൊരു 8:30 മണിക്കൊക്കെ എത്തും. വിജയകുമാർ അത്രയും പറഞ്ഞതും SP വിജയകുമാറോട് ചോദിച്ചു, അല്ല ഈ മെയ് 23-ന് 24-നൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? സാർ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വിജയകുമാർ പറഞ്ഞതും SP വിജയകുമാറോട് പറഞ്ഞു, വിജയകുമാർ ആ വിഷ്വലിലേക്ക് നോക്കി. അവിടെയുള്ള വലിയ സ്ക്രീനിൽ ഒരു കാറ് റോഡിൽ കൂടി ഓടി വരുന്ന വിഷ്വൽ വ്യക്തമായി കാണിച്ചു. ആ കാറിന്റെ വിഷ്വൽ ആ സ്ക്രീനിൽ വന്നതും വിജയകുമാറിന്റെ മുഖത്ത് ഒരു ഞെട്ടൽ. SP ചിരിച്ചുകൊണ്ട് വിജയകുമാറോട് ചോദിച്ചു, വിജയകുമാർ ആ വിഷ്വലിന്റെ ഡേറ്റും സമയവും നോക്കി. അതിലെ സമയം മെയ് 24 രാത്രി 12 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്. വിജയകുമാർ, ഈ രാത്രിയിൽ ഈ കാറിൽ നിങ്ങൾ ഈ ഡിസ്ട്രിക്റ്റിൽ എന്തിനാ വന്നത്? വിജയകുമാർ താമസിക്കുന്നത് ആ ജില്ലയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ്. രാത്രിയിൽ അയാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ നിന്ന് ഒത്തിരി കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് വിജയകുമാറിന്റെ കാറ് കാണുകയാണ്. സാർ, എനിക്കറിയില്ല സാർ ആ കാർ എങ്ങനെ അവിടെ എത്തിയെന്ന്. വിജയകുമാർ, പക്ഷേ ഞങ്ങൾക്കറിയാം ആ കാർ എങ്ങനെ അവിടെ എത്തിയെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് മറ്റൊരു CCTV വിഷ്വൽ SP വിജയകുമാറിനെ കാണിച്ചു. ആ CCTV വിഷ്വൽ ആ കാറിന്റെ ഡ്രൈവറുടെ മുഖം കാണിക്കുന്ന വിഷ്വലാണ്. വിജയകുമാറാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. വിജയകുമാർ, ഇപ്പോ കാർ എങ്ങനെ എത്തിയെന്ന് മനസ്സിലായല്ലോ അല്ലേ? താൻ പിടിക്കപ്പെട്ടു എന്ന് ആ നിമിഷത്തിൽ വിജയകുമാറിന് 100% ഉറപ്പായി. അയാൾ ഒന്നും മിണ്ടാതെ നിശബ്ദനായി തല ഒന്ന് കുനിച്ചു. അത് കേട്ടതും SP വിജയകുമാറിനോട് പറഞ്ഞു, വിജയകുമാർ, നീ ഈ മോഷണത്തിന് ചുക്കാൻ പിടിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എങ്ങനെയാണ് നീ മോഷണം നടത്തിയെന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാം. അത് ഞങ്ങളായി പറയുന്നതിന് പകരം നീയായി പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചങ്ങ് എളുപ്പമാക്കാം. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് ചന്ദ്രശേഖർ ഉറപ്പിച്ചു പറഞ്ഞതുകൊണ്ടാണ് വിജയകുമാർ ആ മോഷണത്തിന് കൂട്ടുനിന്നത്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ വിജയകുമാറിനെ വളരെ സുന്ദരമായി പോലീസ് പിടികൂടിയിരിക്കുകയാണ്. അത്രയും വ്യക്തമായതും വിജയകുമാർ നടന്ന സംഭവങ്ങളൊക്കെ പോലീസിനോട് അങ്ങനെ തന്നെ പറഞ്ഞു. വിജയകുമാറിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ വേട്ടയിൽ ഹൈദരാബാദിൽ നിന്ന് ചന്ദ്രശേഖരെയും ആന്ധ്രയിൽ തന്നെയുള്ള മറ്റു സ്ഥലത്തു നിന്ന് സുനിലിനെയും പോലീസ് പോക്കി. അവരെ പോക്കി മൂവരെയും ഒന്നിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് ആകെ തിരിച്ചു കിട്ടിയത് 10 കിലോ സ്വർണമാണ്. പക്ഷേ സ്വർണം തിരിച്ചെടുത്തപ്പോഴാണ് പോലീസും ബാങ്ക് അധികാരികളും ഒരുപോലെ അത്ഭുതപ്പെട്ടു പോകുന്നത്. ബാങ്കിൽ നിന്ന് എടുത്ത ആഭരണങ്ങളെ ഉരുക്കി സ്വർണ്ണ കട്ടികളാക്കി മാറ്റിയിരിക്കുകയാണ്. 10 കിലോയെ ഇപ്പോൾ ഉള്ളൂ, ബാക്കിയൊന്നും കാണാനില്ല. ബാങ്കിൽ നിന്ന് എടുത്ത പണമൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ചെലവായിരിക്കുകയാണ്. ഇത്ര വേഗത്തിൽ പണം ചെലവായോ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് അവർക്ക് ഉത്തരമുണ്ട്. അത് ഗോവയിലെ ചന്ദ്രശേഖരന്റെ കാസിനോ വഴിയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ആ കാസിനോ വൻ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. അവിടേക്ക് കൂടുതൽ പണം ഇട്ടാൽ ഈ 50 കോടിയൊക്കെ
ഇതാന്ന് പറയും മുമ്പേ 500 കോടിയായി മാറുമെന്നൊക്കെ ചന്ദ്രശേഖർ വിജയകുമാറിനോട് പറഞ്ഞതുകൊണ്ടാണ് വിജയകുമാർ ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ആ ദൗത്യം കംപ്ലീറ്റ് ചെയ്ത് ഏതാനും നാളുകൾ ആകുന്നതിന് മുമ്പ് വിജയകുമാറും സംഘവും പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. കൃത്യം 1 മാസത്തിനകം വിജയകുമാർ സംഘവും പോലീസിന്റെ കയ്യിൽ ആയിരിക്കുകയാണ്. മെയ് 26 രാവിലെയാണ് യഥാർത്ഥത്തിൽ ബാങ്ക് അധികാരികൾ മോഷണം നടന്ന കാര്യം അറിയുന്നത്. ജൂൺ 27 ആയപ്പോഴേക്ക് ആ മോഷണത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും പോലീസ് അകത്താക്കി. എന്നാലും പോലീസിന് ബാക്കി സ്വർണം തിരിച്ചു പിടിക്കണമല്ലോ. എവിടെയൊക്കെയാണ് ആ സ്വർണം മിസ്സായിരിക്കുന്നത്? അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. സകല പഴുതുകളും അടച്ചിട്ടാണ് വിജയകുമാർ സംഘവും ഈ ബാങ്ക് കൊള്ള പ്ലാൻ ചെയ്തത്. അവർ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി പോയി. ആ ബാങ്കിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിൽ പോലും വിജയകുമാർ വന്നതുമില്ല. എന്നിട്ടും വിജയകുമാർ പിടിക്കപ്പെട്ടത് ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായ ഒരു ചെറുപ്പക്കാരന്റെ ശ്രദ്ധ കൊണ്ടാണ്. ഒരുപാട് വിഷനുകൾ പല സ്ഥലത്തും പരിശോധിച്ചിട്ടും മുന്നോട്ട് പോകാൻ പറ്റാതെ എൻ്റെ ടീമും കുഴങ്ങി നിൽക്കുമ്പോഴാണ് ആ ഉദ്യോഗസ്ഥൻ ഈ ജംഗ്ഷനിലെ വിഷനിൽ കൂടി ഒന്ന് പരിശോധിച്ച് കളയാമെന്ന് കൂടുതലുള്ള ആളുകളോട് പറഞ്ഞത്. അവൻ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമല്ല, അവിടെയുള്ള വിഷനുകൾ പരിശോധിച്ച് തുടങ്ങുകയും ചെയ്തു. അനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ജംഗ്ഷനാണ്. അങ്ങനെ പരിശോധിച്ച് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിജയകുമാറിന്റെ കാറ് അവിടെ ശ്രദ്ധയപ്പെടുന്നത്. ശരിക്കും ആ ഉദ്യോഗസ്ഥന് ആ നിമിഷത്തിൽ അങ്ങനെ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ ബാങ്ക് കൊള്ള ഇപ്പോഴൊന്നും പിടിക്കപ്പെടില്ലായിരുന്നു. ആ ബാങ്ക് കൊള്ള പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ വളരെ വിരളവുമായിരുന്നു. ഈ വിജയകുമാർ മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്ത് വീട്ടിൽ വെച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ അന്ന് ആ കാറുമായി അവിടെ എത്തിയത്. മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യപ്പെടുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എല്ലാ മുൻകരുതലും എടുത്തിട്ടും അന്ന് ആ കാറ് ആ CCTV പതിഞ്ഞു. അങ്ങനെ അയാൾ പിടിയിലായി. നമുക്ക് ഇതുപോലുള്ള പ്ലാനിംഗ് ഒക്കെ കാണുമ്പോൾ കള്ളവർ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുമെന്ന് അത്ഭുതം തോന്നും. നിങ്ങൾ താഴെ ഞാൻ പിഞ്ചിരിക്കുന്ന ചേലാമ്പ്രയിലെ ബാങ്ക് കൊള്ളയുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. എന്ത് മനോഹരമായിട്ടെന്നറിയോ കള്ളന്മാർ പ്ലാൻ ചെയ്യുന്നത്. ശരിക്കും നമ്മളെ അമ്പരപ്പിക്കും അവരുടെ ആ പ്ലാനിങ് കണ്ടാൽ. ഈ കള്ളന്മാരെയൊക്കെ കള്ളനാക്കി മാറ്റുന്നതിന് പകരം പോലീസിൽ എടുത്തുകൂടെ എന്ന് നമുക്ക് അറിയാത്തൊരു ചോദ്യം വരികയും ചെയ്യും. ഈ 2 കഥകളും നിങ്ങളോട് സൂചിപ്പിച്ചത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.